ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ നമ്മൾ ആദ്യമേ തന്നെ അസീം മുനീർ പാകിസ്ഥാനിൽ നിന്നും നെക്സ്റ്റ് ലെവൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇറാനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇറാനിൽ ചെന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇറാൻ അതിന് ഓക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അതായത് നെക്സ്റ്റ് ലെവൽ ചർച്ച എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് ആരംഭിക്കണം, അമേരിക്ക പറഞ്ഞു വെച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ്, അമേരിക്ക വൺ സൈഡ് മാത്രമാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള ഒരു അലിഗേഷനാണ് ഇറാനുള്ളത്. ഇറാൻ്റെ സ്പോക്സ് പേഴ്സൺ ഇസ്മായിൽ ബാഗേരി പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഡിക്റ്റേറ്റർഷിപ്പ് മാതൃകയിൽ അവർക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ഇങ്ങനെ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. പക്ഷെ അതല്ല ശരിക്കും വേണ്ടത്. ഒരു നെഗോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും വിട്ടുവീഴ്ചകൾ വേണം. അതായത് രണ്ട് സൈഡിലും ഫ്ലെക്സിബിലിറ്റി വേണം. രണ്ട് രാജ്യങ്ങൾക്കും ഗുണം കിട്ടുന്ന രീതിയിൽ, അതായത് രണ്ട് രാജ്യങ്ങൾക്കും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം നെഗോസിയേഷൻ പോയിന്റ്സ്. അല്ലാതെ ഒരാൾക്ക് മാത്രം ഡോമിനേഷൻ കിട്ടുന്ന രീതിയിൽ നടത്തുന്നതിൻ്റെ പേര് നെഗോസിയേഷൻ അല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഡിക്റ്റേറ്റർഷിപ്പ് എന്നാണ് പുള്ളിക്കാരൻ വിശേഷിപ്പിച്ചത്. അപ്പോൾ എന്തായാലും അസീം മുനീർ ഇറാനിൽ ചെന്നിറങ്ങിയിട്ടുണ്ട്. ഊഷ്മളമായ സ്വീകരണമില്ലെങ്കിലും അവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ വന്ന 70 പേരാണ് ഇവിടെ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ IRGCയുടെ സുപ്രീം ലെവലിൽ. അപ്പോൾ അങ്ങനെ അബ്ബാസ് അറക്ചി തന്നെയാണ് എയർപോർട്ടിൽ വന്ന് അസീം മുനീറിനെ സ്വീകരിച്ചത്. അസീം മുനീർ മിലിറ്ററി കോസ്റ്റ്യൂമിലാണ് അവിടെ എത്തിയത്. അമേരിക്ക എടുത്ത് പോകുമ്പോൾ മിലിറ്ററി കോസ്റ്റ്യൂം ഉപയോഗിക്കുന്നില്ല. ഇറാൻ്റെ അടുത്ത് പോകുമ്പോൾ മിലിറ്ററി കോസ്റ്റ്യൂം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പാകിസ്ഥാനിലേക്ക് ഇറാനിയൻ ഡെലിഗേറ്റ്സ് വന്നിറങ്ങിയ സമയത്ത് സ്വീകരിക്കാൻ പോയ സമയത്തും പുള്ളിക്കാരൻ ഇതേപോലെ ആർമി യൂണിഫോം തന്നെയാണ് ധരിച്ചിരുന്നത്. പക്ഷേ JD വാൻസിനെ കൂട്ടാൻ പോയപ്പോൾ പുള്ളിക്കാരൻ കോട്ട് സൂട്ടുമാണ് ധരിച്ചിരുന്നത്. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് അസീം മുനീർ തന്നെ പുറത്ത് പറയേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഊഹിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇറാനിൽ ചെന്നിറങ്ങിയപ്പോൾ കയ്യിലൊരു വടിയും കൂടി കൊണ്ടുപോയിട്ടുണ്ട്. ഈ വടി എന്തിൻ്റെ അടിസ്ഥാനമാണെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ റിലീജിയസ് ബേസിസിൽ കയ്യിൽ കൊണ്ടു നടക്കുന്നതാവാം. പുള്ളിക്കാരനെ ഒരു റിലീജിയസ് ലീഡറായിട്ട് അതുപോലെ തന്നെ മിലിറ്ററി ചീഫ് മാർഷലായിട്ടും കൂടി കരുതുന്നുണ്ട്. അപ്പോൾ ഒരു പട്ടാളക്കാരൻ കം റിലീജിയസ് ലീഡർ, അങ്ങനെയാണ് പുള്ളിക്കാരനെ കുറിച്ച് തന്നെ കൊടുക്കുന്ന ഡെഫിനിഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കയ്യിൽ കരുതുന്നതാവാം ഈ വടി. അപ്പോൾ എന്തായാലും ചെന്നിറങ്ങിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ലെവൽ നമ്മൾ നോക്കുകയാണ്. ട്രംപ് പറയുന്നുണ്ട് യുദ്ധം അവസാനിച്ച മട്ടാണ്. അതായത് ആക്രമണങ്ങൾ ഇനി ഉടനെ ഒന്നും നടത്തുന്നില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് യുദ്ധത്തിനെ പ്രൊമോട്ട് ചെയ്യാത്ത രീതിയിലുള്ള ട്രംപിൻ്റെ സ്റ്റേറ്റ്മെന്റ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് അമേരിക്ക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ട്രിൻ അത് ഒരു ലോങ് വാർ ഡോക്ട്രിനാണ്. ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഒരു ലിവറേജും ഇല്ലാതെ പോയി നെഗോഷിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നെഗോസിയേഷൻ പരാജയപ്പെടുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ വീണ്ടും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, ഏത് പോയിന്റിലാണോ നെഗോസിയേഷനിലേക്ക് പോയത് ആ പോയിന്റിലേക്ക് തിരിച്ചെത്തേണ്ടതാണ്. പക്ഷെ അവിടെ തിരിച്ചെത്തിയില്ല. അപ്പോൾ അവിടെ തിരിച്ചെത്തുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഇറാൻ്റെ മേളിൽ ശക്തമായ രീതിയിൽ ആക്രമണം തുടങ്ങുക എന്നുള്ളതാണ് ആ പോയിന്റ്. ആ പോയിന്റിലേക്ക് എത്താതെ ഒരു ലോങ് വാർ സ്ട്രാറ്റജി അഥവാ ഒരു ലോങ് വാർ ഡോക്ട്രിൻ അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ ലോങ് വാർ ഡോക്ട്രിൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ബ്ലോക്കേഡ് ചെയ്തിരിക്കുന്നില്ലേ അമേരിക്ക, ആ പ്രവൃത്തിയുടെ പേരാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തിയറി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ബ്ലോക്കേഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് എത്ര കാലം വേണേലും അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ്. യുദ്ധം നടത്തുന്ന അത്രത്തോളം എക്സ്പെൻസസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണ്. കമ്പാരിറ്റീവ്ലി, ചെലവില്ല എന്നല്ല പറയുന്നത്, കമ്പാരിറ്റീവ്ലി. അത്തരത്തിൽ ശരിക്കും അമേരിക്ക ഒരു ലോങ് വാർ ഡോക്ട്രിനാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് പലരും വിചാരിക്കുന്നത് ബ്ലോക്ക് ചെയ്യുന്നതിലൂടെ അമേരിക്ക പല കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊരു ഉപാധി എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് വെച്ചിരിക്കുന്ന ഉപാധി. ചൈനയുടെ എല്ലാ കപ്പലുകളെയും വളരെ എളുപ്പത്തിൽ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് തുറന്നു വിടാൻ അമേരിക്കയ്ക്ക് യാതൊരു മടിയില്ല. പക്ഷേ കണ്ടീഷൻ ഒന്നേ ഉള്ളൂ, ചൈന ഇറാന് ആയുധങ്ങൾ കൊടുക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കണം, അതുപോലെ തന്നെ ഇറാനെ സഹായിക്കാൻ പാടില്ല. ഇതാണ് അമേരിക്ക വെച്ചിരിക്കുന്ന നിർദ്ദേശം. ഇപ്പം തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ചൈനയുടെ സാറ്റലൈറ്റ് 2024 തന്നെ ചൈനയുടെ ലൊക്കേഷൻ സാറ്റലൈറ്റ് കൃത്യമായിട്ട് ഇറാൻ പർച്ചേസ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് വരുന്നത്. ചൈനീസ് സാറ്റലൈറ്റ് ത്രൂ ആണ് IRGC മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള ലൊക്കേഷൻസ് എല്ലാം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഈ വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഹംഗേരിയാണ്. ഹംഗേരിയിൽ ഇലക്ഷൻ കഴിഞ്ഞു. വിക്ടർ ഓർബൺ ആണ് ഇതിനു മുമ്പ് ഹംഗേരി ഭരിച്ചിരുന്ന ഹംഗേരി പ്രസിഡന്റ്. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ യൂറോപ്പ് ഹംഗേരിയെ ഭരിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പാർട്ട് ഓഫ് യൂറോപ്യൻ യൂണിയൻ ആണ്, അത് യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്, അല്ലാതെ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ആൾക്കാർ ഹംഗേരിയെ ഭരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടുള്ള വ്യക്തിയായിരുന്നു വിക്ടർ ഓർബൺ. അപ്പോൾ എന്തായാലും ഇപ്പം നിലവിൽ
പീറ്റർ മെഗിയാറാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ പീറ്റർ മെഗിയാർ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും വലിയ ബന്ധങ്ങളൊന്നുമില്ല, അമേരിക്കയും ഇസ്രായേലിനും മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് ശരിക്കും വിക്ടർ മെഗിയാർ തുടർന്ന് പോന്നിരുന്നത്. പക്ഷെ ഇപ്പം കാര്യങ്ങൾ ആകെ മാറി മറിയുകയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകളും അജണ്ടകളും എപ്പോഴും എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെയാണെന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പം വിക്ടർ മെഗിയാറിൻ്റെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹംഗറി എന്താണ് ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ മെഗിയാറിൻ്റെ ഡെസിഗ്നേറ്റഡ് സെറമണിക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ PMO ഓഫീസിലേക്ക് ക്ഷണം നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞിരുന്ന മെഗിയാറാണ് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് ക്ഷണം നൽകിയിരിക്കുന്നത്. ഫോറിൻ മിനിസ്റ്റർ, അറ്റ്ലീസ്റ്റ് ഫോറിൻ മിനിസ്റ്റർ എങ്കിലും പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ജെറുസലേമിൽ ഒരു പ്രോഗ്രാം ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ബദൽ ഇൻവിറ്റേഷനും കൂടി ഇസ്രായേൽ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ വിക്ടർ മെഗിയാർ പങ്കെടുക്കും, ഹംഗരിയിലെ റെപ്രസെൻറ്റേറ്റീവ്സ് അതിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇസ്രായേലും ഹംഗരിയും തമ്മിൽ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ലെവൽ അടുത്ത ഘട്ട മൂവാണ് നടക്കുന്നത്. അതായത് പ്രചരണ സമയത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ട് വിക്ടർ മെഗിയാർ ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും ചേർന്ന് പ്രവർത്തിക്കുന്ന രംഗമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് ഹംഗരിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി 90 ബില്യൺ യൂറോ ഉക്രൈന് നൽകുമെന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയൻ പാസ്സാക്കി വെച്ചിരുന്ന ആ ഒരു ഫണ്ട് ഹംഗേരിയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള വിക്ടർ ഓർബന്റെ വീറ്റോ അധികാരത്തിനെ തുടർന്ന് അത് തടസ്സപ്പെട്ടിരുന്നു. അപ്പോൾ ആ തടസ്സം ഇപ്പം സ്ലോവാക്യയിൽ നിന്നും റോബർട്ട് ഫൈക്കോ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ വീറ്റോ ഉപയോഗിച്ച് ആ ഫണ്ടിനെ തടയും. കാരണം ഉക്രൈൻ യൂറോപ്യൻ യൂണിയനിലെ മെമ്പർ അല്ല. യൂറോപ്യൻ യൂണിയനിലെ മെമ്പർ അല്ലാത്തൊരു രാജ്യത്തിന് യൂറോപ്യൻ യൂണിയന്റെ പൈസ കൊണ്ട് കൊടുക്കേണ്ട കാര്യമെന്ത്? ഇതാണ് പുള്ളിക്കാരൻ്റെ ചോദ്യം. യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല ഈ ഫണ്ട് ഉക്രൈന് കൊടുക്കുക എന്നുള്ളത്. ആ ചാലഞ്ച് ഇങ്ങനെ തുടരുകയാണ്. ലെബനൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെബനന്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഇസ്രായേലിൻ്റെയും ലെബനന്റെയും ഫ്ലാഗ് അവിടുത്തെ ലെബനൻ മീഡിയയിൽ, ഗവൺമെൻറ് മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ട് ഓൺലി 2 flags ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫ്ലാഗാണ്. ഒന്ന് ഇസ്രായേലിൻ്റെ ഫ്ലാഗും മറ്റൊന്ന് ലെബനൻ്റെ ഫ്ലാഗുമാണ് അവിടെ ആ ന്യൂസ് റീഡിംഗ് റൂമിൽ 2 ഫ്ലാഗ് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വാർത്ത അവതരിപ്പിക്കപ്പെട്ടത്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് ഈ ഹെസ്ബുള്ളയുടെ ഇൻഫ്ലുവൻസിനെ തുടർന്ന് ഹെസ്ബുള്ളയുടെ ഫ്ലാഗ്, മഞ്ഞ കളർ ഫ്ലാഗാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രാധാന്യം നേടിയിരുന്നത്. ആ ഫ്ലാഗ് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ലെബനാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതൊരു മീഡിയ പബ്ലിസിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ആവാം, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു മാധ്യമത്തിനെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ലെബനനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ 1 week സീസ് ഫയർ വരും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ പല മാധ്യമങ്ങളും അതിനെതിരായിട്ടുള്ള വാർത്തകളും കൊടുക്കുന്നുണ്ട്. അങ്ങനെ സീസ് ഫയർ ഒന്നും വരില്ല എന്ന് പറഞ്ഞുള്ള വാർത്തകളും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അൽമായദീൻ എന്ന് പറഞ്ഞ വാർത്താ മാധ്യമം പറയുന്നത് 1 week സീസ് ഫയർ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലെബനനും ഇസ്രായേലും തമ്മിൽ. പക്ഷേ ചാനൽ 14 എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ ചാനൽ പറഞ്ഞിരിക്കുന്നത് ഡീലൊന്നും വരില്ല, അത് ഫേക്ക് ന്യൂസ് ആണെന്നാണ് ചാനൽ 14 പറയുന്നത്. അതേപോലെ ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ഹെറാട്സ് എന്ന് പറഞ്ഞ ആ ഒരു പത്രം പറയുന്നത് സീസ് ഫയർ ഡീൽ വരും, 1 week ഒരു ഷോർട്ട് ഡീൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഹെറാട്സ് എന്ന് പറഞ്ഞ പത്രം പറയുന്നത്. അതേപോലെ റോയിട്ടേഴ്സും ഡീൽ വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഡീൽ വരില്ല എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്ത തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനുള്ള ക്ലാരിറ്റി ഒരു ചോദ്യം, ഈ വാർത്തയുടെ ക്ലാരിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. പക്ഷേ അതേസമയം ഇസ്രായേൽ ഇന്നലെ വൈകുന്നേരം ആഫ്റ്റർനൂൺ, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം, അതായത് 15-ാം തീയതി ആഫ്റ്റർനൂൺ ലെബനൻ്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ, ലെബനൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേന്ദ്രീകരിച്ചാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. വമ്പൻ ആക്രമണമാണ് നടത്തിയത്, മാസീവായിട്ടുള്ള അറ്റാക്ക്. അപ്പോൾ ഇതിനകത്ത് സീസ് ഫയർ വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് ഒന്നും തന്നെ പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ഒരു മാധ്യമങ്ങളെയും വിശ്വസിച്ച് നമുക്ക് ഒരു റിപ്പോർട്ടും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സീസ് ഫയർ അഥവാ വരുന്നുവെങ്കിൽ അപ്പോഴത്തേക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ കൺട്രോളിലെടുത്തിട്ട് 36 മണിക്കൂർ പിന്നിടുന്ന സാഹചര്യത്തിൽ ഒരു ഷിപ്പുകളും കടന്നു പോയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരേ ഒരു ഷിപ്പ്, മാൾട്ട എന്ന് പറഞ്ഞൊരു ഷിപ്പ് അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ച് ഇറാന്റെ പോർട്ടിൽ എത്തിയതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അത് എത്രമാത്രം സത്യസന്ധമായിട്ടുള്ള വാർത്തയാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഇങ്ങനൊരു വാർഷിപ്പ് എത്തിപ്പെട്ടു എന്നുള്ളൊരു വാർത്ത പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞങ്ങൾ 40 രാജ്യങ്ങളുമായിട്ട് ഇടപെടൽ നടത്തുമെന്ന് പറഞ്ഞിട്ട് UK-യുടെ കീർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ജർമ്മനിയുടെ ചാൻസലർ മെർസ് ഫ്രെഡറിക്കും തമ്മിൽ ഭയങ്കരമായിട്ട് ചർച്ച നടത്തി 40 രാജ്യങ്ങളുടെ കൂട്ടായ്മയുമായിട്ട് ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപനം നടത്തിയിരുന്ന UK പ്രസിഡന്റ്, UK-യുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമറിനെയും കാണാനില്ല, മാക്രോണെയും മെർസ് ഫ്രെഡറിക്കിനെയും കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ
സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് തടഞ്ഞുകൊണ്ട് ട്രംപ് അവിടെ നിൽക്കുമ്പോൾ മറ്റൊരു 40 അംഗ സംഘമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ അതും ഇൻഡയറക്ട്ലി ട്രംപിനെ പിന്തുണയ്ക്കുന്നതിന് തുല്യമായിട്ട് മാറും. അപ്പോൾ അതിലൂടെ അവർ ഇറാനെ ഡയറക്റ്റായിട്ട് ഒപ്പോസ് ചെയ്യുന്നതിന് തുല്യമാവുകയാണ്. അപ്പോൾ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് അവരും യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. അത് പേടിച്ചിട്ട് 40 രാജ്യങ്ങളും മാറി നിൽക്കുകയാണ്. ഇപ്പം ഇതാണ് അവരുടെ സൈഡിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ്. ഇറാൻ ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അടുത്ത ഘട്ട ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രീസ്ഡ് അസറ്റുകൾ, ഞങ്ങളുടെ അസറ്റുകൾ സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ അസറ്റുകൾ മൊത്തം റിലീസ് ചെയ്യണം. അത് ഖത്താർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അസറ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവാമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാൻ നെഗോസിയേഷനിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ തടഞ്ഞപ്പോഴേ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ കാര്യമാണ്. 436 മില്യൺ പെർ ഡേ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ലോസ് അല്ല. അപ്പം അതുകൊണ്ട് ഇറാൻ മുട്ടുകുത്തി ഇറാൻ ശരിക്കും പറഞ്ഞാൽ നെഗോസിയേഷന് വന്നേ പറ്റൂ. പിന്നെ ആനയാണ്, തേങ്ങയാണ്, ചേനയാണ്, അമേരിക്ക ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്നുള്ളതൊക്കെ വെറും ലൊട്ടിലൊടുക്ക് ന്യായവാദങ്ങൾ മാത്രമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 5 ദിവസം 6 ദിവസം മാക്സിമം ഒരു 10 ദിവസത്തിനുള്ളിൽ ഇറാൻ തീർച്ചയായിട്ടും നെഗോസിയേഷൻ ടേബിളിൽ വന്നിരിക്കും. കാരണം അവരുടെ സൈഡിൽ ട്രംപ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ കാർഡ്സ് ഇല്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. UAE അമേരിക്ക ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ബ്ലോക്കേഡ് നിലപാട് വളരെ വളരെ ശരിയാണെന്നുള്ള അംഗീകാരം കൊടുത്തുകൊണ്ട് അമേരിക്കയുടെ പക്കൽ ശക്തമായിട്ട് നിലകൊള്ളുകയാണ് UAE പറഞ്ഞിരിക്കുന്നത്, ട്രംപ് എടുത്തിരിക്കുന്ന തീരുമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്, ഇങ്ങനെ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി ട്രംപിന്റെ ഈ തീരുമാനത്തിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് UAE പറഞ്ഞിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ 2 ദിവസമായിട്ട് UAE, സൗദി അറേബ്യ, മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന മറ്റുള്ള രാജ്യങ്ങളുടെ കച്ചവടങ്ങൾ നല്ല രീതിയിൽ പൊടിക്കുകയാണ്. പേർഷ്യൻ ഗൾഫ് റീജിയനിൽ കിടക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഹാപ്പിയാണ്. കാരണം കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇറാനതാണെങ്കിൽ നടക്കുന്നുമില്ല. അതുപോലെ സൊമാലിയയിൽ നിന്നും സെപ്പറേറ്റ് രാജ്യമായിട്ട് നിലകൊള്ളുന്ന സൊമാലിലാൻഡ്. ഈ സൊമാലിലാൻഡ് ഓൾറെഡി ഇസ്രായേൽ അംഗീകരിച്ചതുമാണ്. ഇസ്രായേലിന് അവിടെ ഒരു ബേസിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ചെറിയൊരു സ്ഥലം അലോക്കേറ്റ് ചെയ്ത് അവിടെ ചെറിയ തോതിൽ സ്ഥലം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് സൊമാലിലാൻഡ് ഇസ്രായേലിന് വേണ്ടിയിട്ട്. അപ്പോൾ സെൻകോമിന്റെ ഒരു ടീം അവിടെ ഇന്നലെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ബാബൽ മന്ദേബ്, ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലാണല്ലോ ഇപ്പം അമേരിക്കയുടെ വാർഷിപ്പുകൾ തമ്പടിച്ച് കിടക്കുന്നത്. അപ്പം ഇപ്പുറത്ത് ബാബൽ മന്ദേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ നിന്നും 200 കിലോമീറ്റർ നീങ്ങി അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ അമേരിക്കയുടെ വാർഷിപ്പ് അവിടെ കിടപ്പുണ്ട്. അത് ഗൾഫ് ഓഫ് ഒമാന്റെ ഏരിയയിലാണ് ഈ അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ വാർഷിപ്പ് കിടക്കുന്നത്. പക്ഷെ അതേസമയം ഈ ബാബൽ മന്ദേബിൽ ഹൂത്തികൾ കുറെ കാലം കൊണ്ട് ഭീഷണി തുടങ്ങിയിട്ട് ഹൂത്തികളുടെ അണ്ടറിലുള്ള ഒരു പ്രഷർ പോയിന്റ് ആണ് ബാബൽ മന്ദേബ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ഇറാൻ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ആ ഏരിയയിൽ ഒരു ഡോമിനേഷൻ, അതായത് പ്രയോറിഗേറ്റീവായിട്ട് തീരുമാനിക്കുകയാണ് അമേരിക്ക. അത് അവിടെ ഇനിയൊരു വീഴ്ച വരാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് സൊമാലിലാൻഡിൽ കൃത്യമായിട്ടുള്ളൊരു മിലിറ്ററി ബേസ് അവിടെ റെഡിയാക്കാനാണ് ഒരുങ്ങുന്നത്. അവിടെ നിന്നും ഹൂത്തികളെ നിരീക്ഷിക്കാം. അതേപോലെ തന്നെ ഈ ബാബൽ മന്ദേബിന്റെ കൺട്രോൾ അമേരിക്കയ്ക്ക് ഏറ്റെടുക്കുകയും ചെയ്യാം. അങ്ങനെ നിർണായകമായിട്ടുള്ള ചില പോയിന്റുകൾ. അതേ ഫിലിപ്പൈൻസുമായിട്ട് സംസാരിച്ചിട്ട് സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറഞ്ഞിട്ട് ഏഷ്യൻ സൈഡിൽ കിടക്കുന്ന ആ സ്ട്രേറ്റ്, സിംഗപ്പൂർ മലേഷ്യയിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ചരക്ക് ഗതാഗതം ചൈനയിലേക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഈ സ്ട്രേറ്റ് ഓഫ് മലാക്ക, ആ ഏരിയയിലും ഒരു നിരീക്ഷണം ശക്തമാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇങ്ങനെ അമേരിക്ക പല പോയിന്റുകളും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അവിടെയൊക്കെ അമേരിക്കയുടെ പ്രാധാന്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഡോമിനേഷൻ, അതാണ് അമേരിക്ക, ഒരു ഡോമിനേഷൻ, അതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇറാന്റെ ഉള്ളിൽ ഈ സീസ് ഫയർ കഴിഞ്ഞിട്ട് 25 മൊസാദ് ഏജന്റുകളെ അറസ്റ്റ് ചെയ്തതായിട്ട് ഇറാന്റെ സൈഡിൽ നിന്നുള്ള വാർത്തകളും. ഇസ്രായേലിനെതിരെ പ്രസംഗിക്കുന്നതിൽ തുർക്കി മിടുക്കരാണ്. അതേസമയം തുർക്കി സ്പെയിനിന്റെ പെഡ്രോ സാൻഡേഴ്സിനെ വല്ലാത്ത രീതിയിൽ പ്രശംസിച്ച് സംസാരിച്ചിട്ടുണ്ട്. പെഡ്രോ സാൻഡേഴ്സ് നയിക്കുന്ന സ്പെയിൻ ഈ OIC-യിൽ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, ആ OIC-യിൽ പെർമനന്റ് മെമ്പർഷിപ്പിന് വരെ സാധ്യതയുള്ള ഒരു രാജ്യമാണെന്നാണ് തയ്യബ് എർദഗൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് പെർമനന്റ് മെമ്പർഷിപ്പ് കൊടുക്കണം എന്നാണ് പറയുന്നത് സ്പെയിനിന്. അത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും, അതാണ് നമുക്കും പറയാനുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുന്ന തയ്യബ് എർദഗന്റെ നാട്ടിൽ തുർക്കിക്കുള്ളിൽ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികളെന്ന് വിളിക്കപ്പെടുന്ന കുറച്ച് ഭീകരന്മാർ അവർ തോക്കെടുത്തുകൊണ്ട് നേരെ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി തുരിതര ടീച്ചേഴ്സിന് നേരെയും മറ്റുള്ളവർക്ക് നേരെയൊക്കെ വെടിയുതിർത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെടിയുതിർത്തതിൽ 2 ടീച്ചേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഭീകര പ്രവർത്തനം
അങ്ങനെ ഒരു ഭീകരവാദം തുർക്കിയുടെ ഉള്ളിൽ ഇന്നലെ സംഭവിച്ചിട്ടുണ്ട്. ലൈവ് ഫൂട്ടേജസ് ഒക്കെ കിടപ്പുണ്ട്. നമുക്കിവിടെ അത് പങ്കുവയ്ക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് പങ്കുവെക്കുന്നില്ല. കാരണം അത്ര റോ ഫൂട്ടേജസ് ആണത്. അതുകൊണ്ടാണ് നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റാത്തത്. അത് വേറെ ഒന്നുമില്ല, നേരിട്ട് വെടിവെച്ചും കൊലപ്പെടുത്തുകയാണ്. അതാണ് സംഭവം. വാർത്ത പറയാനുള്ളത്, ഇറാന് ഏറ്റവും കൂടുതൽ സഹായം പോയിട്ടുള്ളത് ഇന്ത്യയിലെ കശ്മീരിൽ നിന്ന് മാത്രം. കശ്മീരിൽ നിന്നും ഇറാനിലേക്ക് $2 മില്യൺ സഹായമായിട്ട് അയച്ചു കൊടുത്തിരിക്കുന്നത്. കശ്മീരിൽ നിന്ന് മാത്രം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ കശ്മീരിൽ നിന്ന് മാത്രം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ കശ്മീരിലുള്ള ഷിയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മുസ്ലിംസ് അവർ കൊടുത്ത സഹായമാണ് ഇറാന് 2 മില്യൺ. ഇന്ത്യക്കുള്ളിലൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കശ്മീരിൽ നിന്നും ഇതേപോലെ സഹായങ്ങൾ വരുമോ? നമുക്കറിയില്ല. ഇതുവരെ അങ്ങനെ വന്നതായിട്ടുള്ള ഒരു ചരിത്രം എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എന്തായാലും അമേരിക്ക തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു ലോങ് വാർ ഡോക്ട്രിൻ ഏത് തരത്തിൽ അവസാനിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. അമേരിക്ക എല്ലാ കാര്യങ്ങൾക്കും ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നെഗോസിയേഷൻ മെത്തേഡാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇറാൻ ഇന്നോ നാളെയോ യുദ്ധം അവസാനിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ അമേരിക്ക നാളെ മടങ്ങിപ്പോകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കണ്ണും പൂട്ടി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇറാനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഇറാന് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് ഇറാൻ എത്രയും വേഗം തന്നെ നെഗോസിയേഷൻ ടേബിളിലേക്ക് വന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാത്ത പക്ഷത്തിൽ ഇത് ഇങ്ങനെ തന്നെ തുടരും. ഇപ്പം അമേരിക്ക ഇറാനടുത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ അസറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് റിലീസ് ചെയ്ത് തരാൻ പറ്റും, പക്ഷേ ഇപ്പം നിലവിൽ പറ്റത്തില്ല. നിലവിൽ ഒന്നുകൂടി ആ പോളിസി അമേരിക്ക സ്ട്രെങ്തൻ ചെയ്തിരിക്കുകയാണ്. ഒറ്റ മനുഷ്യന്മാർ ഇറാൻ്റെ അസറ്റുകൾ റിലീസ് ചെയ്ത് പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടിൽ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനത്തിൽ എത്തുന്നത് വരെ. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിലേക്ക് ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം, അതുപോലെ എൻറിച്ച്ഡ് യുറേനിയം ഹാൻഡ് ഓവർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡീലിൽ എത്തുന്നത് വരെ അസറ്റ് എന്നല്ല ഒരു കാര്യങ്ങളും റിലീസ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ്. അതുപോലെ തന്നെ നാറ്റോ രാജ്യങ്ങൾക്ക് ഒരു വാണിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. നാറ്റോ രാജ്യങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഹെൽപ്പിനും എത്തിയിട്ടില്ല, ഇനി അങ്ങോട്ടും അവർ എത്തേണ്ട ആവശ്യമില്ല എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.